കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ അടുത്ത ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ മുടി വെക്കാനുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി തല പഴുത്തത് നമ്മൾ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ചികിത്സാ പിഴവ് തുടർക്കഥയാവുകയാണ്. ചികിത്സ വേണ്ടതാർക്ക് എന്നുള്ളതാണ് ചോദ്യം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നടന്ന കൊഴുപ്പ് മാറ്റൽ ശസ്ത്രക്രിയയിലെ വിവാദത്തിൽ നിയമ പോരാട്ടം തുടരുകയാണ് നീതുവിന്റെ കുടുംബം. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറിനെയും ആശുപത്രിയെയും സംരക്ഷിക്കുന്ന സമീപനമാണ് ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് കുടുംബം ആവർത്തിക്കുന്നു. 31 വയസ്സുകാരിയായി നീതു നേരിട്ട അപകടാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് 1 മാസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സമാനതകളില്ലാത്ത വേദനകളിലൂടെയാണ് നീതു ഈ ദിവസങ്ങളിൽ കടന്നുപോയത്. ഈ വയറ് സ്കാനിങ്ങിന് കൊണ്ടുപോയപ്പോൾ ഈ ബാൻഡേജ് മാറ്റിയപ്പോഴാണ് കാണുന്നത് ഒരു വലിയ മുറിവ്. ശരിക്കും പസ്സെല്ലാം നിറഞ്ഞ് അതിനകത്തുനിന്ന് ഇങ്ങനെ ഫ്ലൂയിഡൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ പരാതിയൊക്കെ കൊടുക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കുടുംബം പരാതിയും കൈമാറിയിട്ടുണ്ട്. 18-ാം തീയതി കൊടുത്തെങ്കിലും 21-ാം തീയതിയാണ് FIR ഇട്ടത്. FIR ഇട്ടെങ്കിൽ തന്നെ ഈ മറ്റുള്ള മൊഴിയും ഹോസ്പിറ്റലിൽ പോകുന്നതെല്ലാം കാലതാമസപ്പെടുത്തി. ഞാനിപ്പോൾ സർക്കാരിൻ്റെ ഒരു വിജ്ഞാപനമുണ്ട്, അത് നോക്കിയപ്പോൾ ക്ലിനിക്കിൽ ഈ ഓപ്പറേഷൻ ചെയ്യുവാനുള്ള അനുമതിയില്ല. അപ്പോൾ കൊലക്കുറ്റത്തിന് കേസെടുക്കണ്ടേ? ശസ്ത്രക്രിയ നടത്തിയ കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ക്ലിനിക് രജിസ്ട്രേഷന്റെ സമയത്ത് നൽകിയ അപേക്ഷയിൽ കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയുടെ വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രോട്ടോകോൾ പാലിച്ചാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന മെഡിക്കൽ റിപ്പോർട്ടിലുണ്ടെങ്കിലും രോഗിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനുണ്ടായ കാലതാമസം ക്ലിനിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണെന്നും മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. തങ്ങളുടെ മകൾക്ക് സംഭവിച്ച ഈ കാര്യം മറ്റാർക്കും ഇനി സംഭവിക്കരുത് എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഇന്ന് ഈ കുടുംബത്തിനുള്ളൂ. നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.